ഇന്ന് ശ്രീരാമനവമി. മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായി പിറവിയെടുത്ത ശ്രീരാമചന്ദ്രന്റെ ജന്മദിനമാണ് രാമനവമി. അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥന്റെയും കൗസല്യയുടെയും ആദ്യപുത്രനായാണ് ശ്രീരാമൻ ഭൂമിയിൽ അവതാരമെടുത്തത്. വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമൻ സീതാദേവിയെ വിവാഹം ചെയ്തതും ഈ ദിനമാണെന്നാണ് സങ്കല്പം. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി മധ്യാഹ്നത്തിൽ വരുന്ന ദിവസത്തിലാണ് സൂര്യവംശ രാജാവായിരുന്ന ദശരഥന്റെയും കൗസല്യയുടെയും പുത്രനായി ശ്രീരാമന്റെ ജനനം. അസുര രാജാവായ രാവണനെ കൊല്ലുക എന്നതായിരുന്നു മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരം കൂടിയായ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ലക്ഷ്യം. ശ്രീരാമനവമി ദിവസത്തിൽ ഭക്തി പുരസരം വ്രതം നോറ്റ് രാമനാമം ജപിക്കുന്നത് മോക്ഷപ്രാപ്തിക്കായുള്ള മാർഗമായാണ് കരുതുന്നത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ആഘോഷങ്ങൾ നടക്കാറുണ്ടെങ്കിലും അയോധ്യയിലെ ആഘോഷങ്ങൾ വേറിട്ടത് തന്നെയാണ്. പല ഭാഗത്തു നിന്നുള്ള ഭക്തർ നവമി ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനായി അയോധ്യയിൽ എത്തിച്ചേരാറുണ്ട്. അയോധ്യ നഗരം വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുകയും ഭക്തർ ക്ഷേത്രത്തിൽ വഴിപാടുകളുമായി എത്തുകയും ചെയ്യുന്നു. രാമേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന കോദണ്ഡരാമർ ക്ഷേത്രം, സേലത്തെ പ്രസിദ്ധമായ ശ്രീരാമക്ഷേത്രം, കേരളത്തിലെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, തമിഴ്നാട്ടിലെ മുടികൊണ്ടൻ കോദണ്ഡരാമൻ ക്ഷേത്രം, കുംഭകോണത്തെ കൊലവെള്ളി രാമൻ ക്ഷേത്രം തുടങ്ങിയവയാണ് ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ രാമക്ഷേത്രങ്ങൾ. ന്യൂസ് ഡെസ്ക്, ജനം.